110 രൂപ. 10 ലിറ്റർ പെട്രോൾ അടിച്ചു ഏകദേശം 1000. സ്റ്റാൻഡ് ഒരു സോഷ്യൽ സർവീസ്. അസ്സലാമലൈക്കും. ഒരു വ്ളോഗൊന്നുമല്ല, ചെറിയൊരു മെമ്മറിയായിട്ട് സേവ് ചെയ്ത് വെക്കാം. എല്ലാവരും സബ്സ്ക്രൈബും ലൈക്കും ഷെയറും ചെയ്യണം. ചെറിയൊരു സോളോ യാത്ര. നിൽക്കുന്നത് നാഗർകോവിൽ പാലം. നമുക്ക് പോവാനുള്ളത് ഏകദേശം 352 കിലോമീറ്ററാണ് ടോട്ടൽ വരുന്നത്. 80 കിലോമീറ്റർ കൂടി ഇനി ഓടാനുണ്ട്. ബാക്കി ഓടി ഫസ്റ്റ് ഡെസ്റ്റിനേഷൻ. അപ്പം കാണാം. വെറുതെ മെമ്മറിയായിട്ട് സേവ് ചെയ്തിടാൻ ഒന്ന് കണ്ടിരിക്കാൻ വേണ്ടി പോകുന്ന യാത്രയെ കുറിച്ചുള്ള ഏത് നമ്മള് അങ്ങോട്ട് പോയ വഴിക്ക് ഒരു ബക്കറ്റ് റോഡിൽ കിടന്നു. ആരെയും ഇത് കാരണം ആരും ആക്സിഡന്റ് ആവണ്ട. തിരിച്ചു വന്നതോ സാധാരണ നമ്മളെ പാർട്ട്ണർ സ്റ്റിറോസ് ആണ് ഇതൊക്കെ ചെയ്യാറുള്ളത്. അപ്പൊ സ്റ്റിറോസ് ഇല്ലാത്തതുകൊണ്ട് നമ്മൾ ചെയ്ത് അതാ വീണ്ടും ഇപ്പുറത്ത് വന്നു. നമ്മളിവിടെ ഭയങ്കര കാറ്റാണ്. അവിടെ ഞാൻ അത് ഇതിനെ പുറത്തറിയാം ായിരിക്കും ബെറ്റർ. അത് പോകില്ല, ഇമ്മാതിരി കാറ്റുണ്ട് ഇവിടെ. എന്റെ ബൈക്ക് ആ സൈഡ് ഇരിക്കുന്നു. ആരെങ്കിലും ബൈക്ക് എടുത്തോണ്ട് പോകും. ഫൈനലി അങ്ങനെ നമ്മൾ ഡെസ്റ്റിനേഷൻ എത്തി. ഇതാണ് നമ്മുടെ പയ്യൻ സെൽവ. എന്റെ ബ്രദറിന്റെ കട. യൂട്യൂബിലെ പടം പറയാം. ആണ് കടയിലെ ഫ്രണ്ട് വെച്ചു. നമ്മളെ കടയിലെ തലവരെ ഏതാச்சும் சொல்றது டிவிக்கே ஆட்சிக்கு வந்திருக்கு. என்ன அப்புறம் கடையில ஓப்பன் கடையில கருத்து சொல்றது கருத்து മോളിലോട്ട്. ഇത് കടയിലെ മോളിലത്തെ സെക്ഷൻ. പാൻസ്, 3/4 ജാക്കറ്റ്, ടീഷർട്ട്സ്, പിന്നെ എനിക്ക് ലീവ്. പിന്നെ ജന്മന ഇൻട്രോവേർട്ട് ആയതുകൊണ്ട് വീഡിയോയുടെ ഫ്രണ്ടിൽ കയറി സംസാരിക്കാനുള്ള ഒരു കോൺഫിഡൻസ് ഇല്ല. അല്ലെങ്കിൽ ഞാനും ബ്രോൾസും എല്ലാം കറക്കം. ബ്രോൾസ് എന്ന് പറയുമ്പോൾ നമ്മളെ പാർട്ട്ണർ, പിന്നെ നമ്മളെ അനിയന്മാർ എല്ലായിടത്തും ഒരു വീഡിയോ ആക്കി ഇട്ടിരുന്നെങ്കിൽ ഇപ്പം മില്യൺ അടിച്ചെങ്കിൽ. അങ്ങനെയല്ല, അതിന് മാത്രം നമ്മൾ കറങ്ങിയിട്ടുണ്ട്. പിന്നെ ഇപ്പൊ ഇട്ടത് കിടക്കട്ടെ, ഒരു സേവിങ്സും ഇല്ല, കിടക്കട്ടെ. അങ്ങനെ നമ്മളെ ബ്രദറിന്റെ വീട്ടിലെത്തി. രാവിലെ തന്നെ എണീറ്റ് വണ്ടിയെല്ലാം കഴുകി ഇവിടെ നിന്ന് യാത്ര തുടങ്ങാൻ പോവുകയാണ്. കെട്ടി
എന്റെ പുറത്തൊരു കവറൂടെ ഇടും. മഴ നനയായിരിക്കാണ്. ബാക്കി ഓക്കെയാണ്. അങ്ങനെ നമ്മൾ ഇവിടുന്ന് രാവിലെ തിരിച്ച് 11 മണിയാവും. 10:56. നേരെ കടയില് അവിടെ നിന്ന് അടുത്ത ലൊക്കേഷൻ. ശരി, കിளம்புறேன். യൂട്യൂബില് പാപ്പ നല്ല ഇവിടെ നമ്മൾ പോകുന്നത് ഒരു ബാന്തിനകത്തോട്ടോ. നമ്മളെന്താ അപ്പൊ അതുകൊണ്ടാണ് ഞാൻ ഈ കെട്ടണം, അല്ലെങ്കിൽ തോളിടായിരുന്നു. കാരണം സപ്പോസ് വല്ല ആനയും വന്നാല് എല്ലാം കൂടെ വിലയാവും. ആന ഇറങ്ങുന്ന സ്ഥലമാണ്. അങ്ങനെ ഓൾ സെറ്റ്. പുതിയ ഹൈവേ കിട്ടി. ഇതൊരു കിള്ള ഹൈവേ ആണ്. ഇതിനു മുമ്പ് ഞാനും ഫിറോസ്കായുമായിട്ട് വന്ന റോഡ്. ഫിറോസ്ക 2 പ്രാവശ്യം വന്നിട്ടുണ്ട്. നല്ല അടിപൊളി ശാന്തമായിട്ടുള്ള ഹൈവേ. ഈ ആദ്യത്തെ ലൊക്കേഷൻ ഇട്ടിരിക്കുന്നത് എവിടെയാണത്? ആദ്യം അച്ചൻകോവിൽ വഴിയാണ് പോകുന്നത്. അപ്പൊ അച്ചൻകോവിൽ ലൊക്കേഷൻ ഇട്ട് കഴിഞ്ഞാൽ ചിലപ്പോൾ കിട്ടൂല. അതുകൊണ്ട് ആദ്യം കുംഭാവുരുട്ടി ഫാൾസ്. കുംഭാവുരുട്ടി എവിടെ കാണുന്നു? ഫാൾസ് ഓൾമോസ്റ്റ് ഇവിടെ നിന്ന് 74 കിലോമീറ്റർ ഇനിയുണ്ട്. 1 മണിക്കൂർ 53 മിനിറ്റ് കാണിക്കുന്നു. വയ്യ, നല്ല വെയിലുണ്ട്. ഇനി നമുക്ക് എവിടെയെങ്കിലും ഒരു വെള്ളം എല്ലാം കുടിച്ചിട്ട് പോവാം. ഓക്കെ. ഇത്ര നേരം ഹൈവേ റോഡായിരുന്നു. ഇപ്പൊ ഹൈവേ ഒക്കെ മാറി ചെറിയൊരു കാട് റോഡ്. നമ്മൾ സിറ്റി കയറി, സിറ്റിയിൽ നിന്ന് വീണ്ടും ഇറങ്ങി, വീണ്ടും സിറ്റിയിൽ നിന്ന് ഒരൊറ്റ കാട്. കാട്ടിനകത്തോടുള്ള റോഡ്. നല്ല കാറ്റും. ഇവിടെ എത്ര നേരം മഴ ഒന്നുമില്ലായിരുന്നു. ഇപ്പൊ മഴയുടെ ഒരു കോളൊക്കെ ഉണ്ട്, ചെറിയൊരു നനവൊക്കെ ഉണ്ട്. കല്ല് പോലെ ഇരിക്കുന്നു. പക്ഷേ 2 ലിറ്റർ അടിക്കാൻ പറഞ്ഞപ്പോഴത്തേക്ക് ഇവര് അങ്ങനെ അടിക്കൂല, 220 രൂപയ്ക്ക് അടിക്കില്ല. കാരണം 2 ലിറ്ററിന് 217 രൂപ അങ്ങനെ എന്താണ്. പക്ഷെ ഇവര് അടിക്കൂലെന്ന്. കാരണം വേറെ ഒന്നുമില്ല, അവര് സെറ്റ് ചെയ്ത് വെച്ചിരിക്കുന്നത് 220 രൂപയ്ക്ക് അടിക്കാന്ന് പറഞ്ഞു. ഞാൻ പറഞ്ഞു വേണ്ട, 225 രൂപയ്ക്ക് അടിക്കാന്ന് പറഞ്ഞു. അങ്ങനെ 225 രൂപയ്ക്ക് അടിച്ച് ഇറങ്ങി. എത്രത്തോളം പെട്രോൾ കയറി നടന്നുകൂടാ. ഇനി നമുക്ക് ആദ്യ ഡെസ്റ്റിനേഷനിൽ 14 കിലോമീറ്റർ ഉണ്ട്. ഈ 14 കിലോമീറ്ററിനകത്ത് വെച്ച് വല്ലതും ചെറുതായിട്ട് എന്തെങ്കിലും ലൈറ്റ് ആയിട്ട് എല്ലാം കഴിച്ചാലേ ഉള്ളൂ. ഇല്ലെങ്കിൽ ടാസ്ക് ആവും. പിന്നെ അടുത്ത 3 മണിക്കൂറാവും അവിടെ നിന്ന് ഇറങ്ങാനായിട്ട്. പിന്നെ അടുത്തുള്ളത് എവിടെ? അത് അലിമുക്ക്. പുനലൂരിന്റെ അടുത്ത് വെട്ടിത്തിട്ട. അവിടെ പോയി ഇറങ്ങിയാലേ എല്ലാം കഴിക്കാൻ പറ്റും. And I guess in a way you do. Holding my breath, unraveling emotions. I need some space to think this through. Call me all night long. Try to give you hints and a hard to see. Right on the പോകുന്ന വഴിക്ക് മാനുണ്ട്. ഇതാണ് കാട്, ചെറിയൊരു കാട്. മെയിനായിട്ടുള്ള കാട് കയറിയില്ല ഇതുവരെ. ഈ സ്ഥലം കണ്ട് ഇഷ്ടപ്പെട്ടപ്പോ ഒരു ഫോട്ടോ എടുക്കാണ്ടി നിർത്തിയത്. ഓടിറങ്ങുന്നു.
don't see, 'cause the pain is in my eyes. വൈകിട്ട് രാവിലെ പോലെ വൈകിട്ട് വരാം. ചായ കഴിക്കാൻ വേണ്ടി നിർത്തി. 4 മണിക്കുള്ള വരാം. സമയം 12:53. ഇതൊരു ചെക്ക് പോസ്റ്റ് ആണ്. ഇതിന്റെ ആ സൈഡ്. ഇവിടെ നിന്ന് കറങ്ങി ഇങ്ങനെ വരുമ്പോ ഒരു ചായക്കട ഉണ്ട്. ചായ കുടിച്ച് ഒരു പരിപ്പോടെല്ലാം കഴിച്ചു. ഇതാണ് ചെക്ക് പോസ്റ്റ്. ആദ്യത്തെ ആപ്പിന് സംഭവം ഇവര് പറയുന്നത് കുമ്പാവരട്ടി എന്ന് പറഞ്ഞാൽ അകത്തോട്ട് കയറ്റി വിടുള്ളൂ. നമ്മള് അച്ചൻകോവിലിൽ പോയി അങ്ങോട്ട് കേരളത്തിൽ പോകണമെന്ന് പറഞ്ഞു കഴിഞ്ഞാൽ വിടൂല, റിസ്ക് ഉള്ള വഴിയായോണ്ട്. ഇവര് പറയുന്നത് കുമ്പാവരട്ടി ക്ലോസ് ആണ്, കുമ്പാവരട്ടി മഴ കാരണം അടച്ചിട്ടിരിക്കുകയാണ്. അപ്പൊ കുമ്പാവരട്ടി പറഞ്ഞ് നമുക്ക് കയറാൻ പറ്റില്ല. നോക്കട്ടെ, അച്ചൻകോവിൽ പറഞ്ഞ് കയറി നോക്കാം. അച്ചൻകോവിൽ വിടുമെന്ന് പറഞ്ഞുവിടാം. തമിഴ്നാട് ചെക്ക് പോസ്റ്റ് കുഴപ്പമില്ല, കേരള ചെക്ക് പോസ്റ്റാണ് വേന ആവണത്. പിന്നെ പോരാത്തിന് ഒറ്റയ്ക്ക് പോകണമല്ലോ ഇത്രയും കിലോമീറ്റർ കാട്ടിനകത്തൂടെ. നോക്കാം, നമ്മുടെ ഭാഗ്യം പോലെ ഇരിക്കും. ആനയെ കാണണമെന്നുണ്ടെങ്കിൽ കാണൂല, കാണേണ്ട സമയത്ത് കാണൂല, ആവശ്യമില്ലാത്ത സമയത്തായിരിക്കും ആനയെ കാണുന്നത്. ആനയെ കണ്ടു കഴിഞ്ഞാൽ ദൂരത്ത് നിൽക്കുകയാണെങ്കിൽ ഒരു വീഡിയോ എടുക്കാം, അടുത്ത് നിൽക്കുകയാണെങ്കിൽ അവസാനം വേനയാവും. ഓക്കെ, ഓൾ സെറ്റ്. കഴിഞ്ഞ ഒരു 7-8 വർഷമായിട്ട് നമ്മളിങ്ങനെ കറയെ കൊണ്ട് നടക്കുകയാണ്. അപ്പോഴേ ഒരു യൂട്യൂബ് ചാനലൊക്കെ തുടങ്ങിയിരുന്നെങ്കിൽ ഈ സമയത്ത് ഒരു ആഫ്രിക്കൻ ടുന്നു എടുത്ത് ZX 10R എടുത്ത് വീടിന്റെ ഫ്രണ്ടിൽ കൊണ്ട് വയ്ക്കായിരുന്നു. ഇതിനകത്തുള്ള ഈ ഇത്രയും റോഡ്, ഈ ചുവപ്പ് തൊട്ട് ഇതുവരെ D, അതായത് മെയിൻ ആയിട്ടുള്ളത് C തൊട്ട് D വരെ ഉള്ളതാണ് ഡേഞ്ചർ. നോക്കാം. ഓക്കെ, ചെറിയ റോഡാണ്, ചെറിയ റോഡ്. കാടായി ഗൈസ്. ആന കാണൂലെന്നുള്ള ഒരു വിശ്വാസത്തിന്റെ പുറത്ത് വീടിലാണ് പോണത്. ആന എങ്ങാനും ഫ്രണ്ടിലുണ്ടെങ്കിൽ ചെയ്യുന്നതാണ്. ഇതൊക്കെ ആന ചരിച്ചിടുന്നതാണ്, അല്ലാതെ മഴയത്ത് ചരിഞ്ഞ് വീഴുന്നതല്ല. ആന ഉണ്ടെങ്കിൽ സീനാണ്. കേരള ചെക്ക് പോസ്റ്റ് എത്തി. സാറ് പറയുന്നത് കയറ്റി വിടില്ലെന്നാണ്. ഇന്ന് ഓറഞ്ച് അലർട്ട്. ആരെ ഭാഗ്യം, അച്ചൻകോവിൽ നേരെയാണ്. ഇത് കയറ്റി വിടില്ലെന്നാണ് പറയുന്നത്. മഴ ആയതുകൊണ്ട് പിന്നെ ആന ഇറങ്ങുന്നത് കൊണ്ട് ഇന്ന് പൊന്മുടി, തിരുവനന്തപുരം, കൊല്ലം ജില്ലയിൽ എല്ലായിടത്തു നിന്നും അടച്ചത്. എന്ത് തേങ്ങയ്ക്ക് അടച്ചെന്ന് പറഞ്ഞൂടാ. ഇത്രയും ദിവസം ഒരു കുഴപ്പമില്ല. നമ്മള് അത് നല്ലതിനായിരിക്കും. തിരിച്ചിറങ്ങും, ഞാൻ ഫുള്ളും തിരിച്ചിറങ്ങും. ഓക്കെ, അതുകൊണ്ട് ഞാൻ എന്ത് ചെയ്ത് റിട്ടേൺ അടിച്ചു. നല്ല കിടിലം വ്യൂ. ഐ തിങ്ക് ഗായ്സ് നമ്മളങ്ങനെ അടി വെച്ച് ചെക്ക് പോസ്റ്റ് കിടന്നിട്ടുണ്ട്. ആള് തിരുവനന്തപുരത്തുള്ളതാണ്. അത് കുറെ നേരം സംസാരിച്ച് അവസാനം കേരള വണ്ടി മാത്രം വിടാൻ പറഞ്ഞ അങ്ങനെ വിട്ട് അത് പോയിക്കൊണ്ടിരിക്കുകയാണ്. ഞാനൊക്കെ ഇറങ്ങിയിട്ടുണ്ട് ഇവിടെ. ഞാൻ അത് ഇറങ്ങി താഴെ പോയിട്ട് താഴെ ഒരു കടയിൽ ചോദിച്ചു, ഇതുപോലെ മുകളിലോട്ട് വിടുന്നില്ല. പുള്ളി ഇവിടെ എല്ലാം മലയാളികളാണ്. അപ്പൊ ആശാൻ പറഞ്ഞ് അങ്ങനെയൊന്നുമില്ലല്ലോ, ഒരു കുഴപ്പമില്ലല്ലോ, നീ പോയോ, നീ ധൈര്യമായിട്ട് തിരിച്ചു പോന്ന് പറഞ്ഞു. അങ്ങനെ ധൈര്യമായിട്ട് ഞാൻ തിരിച്ചു വന്നു. അവിടെ എന്തോ ഇറങ്ങുന്നുണ്ട്, മാവാണെന്ന് തോന്നുന്നു. ആന ഇവിടെ ഉണ്ട്, നീ ധൈര്യമായിട്ട് തിരിച്ചു പോയിക്കോ എന്ന് പറഞ്ഞിട്ട് എന്നെ വീണ്ടും തിരിച്ച് കയറ്റി വിട്ടതാണ്. ആശാന്റെ ഒരു ആവശ്യമില്ലാത്ത മോട്ടിവേഷൻ കാരണമാണ് ഞാൻ ഇപ്പൊ ഇങ്ങോട്ട് കയറിയത്. ഫുള്ള് കോണ ഇറങ്ങിയിട്ടുണ്ട്.
നോക്കാം. എന്നാലും ഇവിടെ റേഞ്ച് ഒന്നുമില്ല. ബാക്കിൽ വേറൊരു ബൈക്കുണ്ട്, അതുകൊണ്ട് പിന്നെ വേറെ തിരുവനന്തപുരം കാരണമുണ്ട്. ഞങ്ങൾ 3 വണ്ടികളായിട്ട് ഇങ്ങനെ പോവുകയാണ്. അവിടെ ഒരു പയ്യനാണെങ്കിൽ വന്ന് ആന ഉണ്ടെന്ന് ഉറപ്പില്ല. ഞാനൊരു തമിഴൻ ഒരു കാറുകാരനോട് ചോദിച്ചു ആന എന്തെങ്കിലും ഉണ്ടാന്ന് ചോദിച്ചു. ആന ഇല്ലെന്നാണ് പറഞ്ഞത്. ഞാൻ പോകുന്നു. ഇതുപോലുള്ള സ്ഥലങ്ങളിലൊക്കെ പോകുമ്പോൾ മാക്സിമം ഫ്രണ്ടിലൊരു കാറുണ്ട്. ഇതാണ്ട് ആനയുടെ എല്ലാ സിംറ്റംസും ഫ്രണ്ടിലൊരു കാറുണ്ടെങ്കിൽ നമുക്ക് അത്രയും സേഫ്റ്റിയാണ്. കാരണം ആന ആ കാറിന്റെ ഫ്രണ്ടിലേ നിൽക്കുള്ളൂ. മറ്റേതാണെങ്കിൽ നമ്മൾ നേരെ പോയി ചാടുന്നത് ആനയുടെ ഫ്രണ്ടിലായിരിക്കും. ആന തൂക്കി ഒരു ഒറ്റ അടി. ഇതുപോലെ ഒരു കാറുണ്ടെങ്കിൽ നമുക്ക് ഇത്തി സേഫായിട്ട് പോവാം. ചെറിയൊരു ധൈര്യം. ആനയെ കണ്ട് ചിലർ വിചാരിക്കും ആനയെ കണ്ടൊക്കെ എന്തിനു പേടിക്കണേന്ന്. ഇത് കാട്ടാനയാണ്, നാട്ടാനല്ല. തൂക്കി ഒരു അടി അടിക്കും അവസാനം. 2 ദിവസം മുമ്പ് ഒരു സ്വപ്നം കണ്ടതേ ഉള്ളൂ, ആന ഏതോ ഒരു കൊച്ചിനെ കൊല്ലുന്നതായിട്ട്. ഇങ്ങനെ പോകുന്നു. ഈ കാറിന്റെ ബാക്കിൽ നിന്ന് തന്നെ പോവാം. കാറിന്റെ ഫ്രണ്ടിൽ കയറി കഴിഞ്ഞാൽ കാറുകാർക്ക് അതൊരു ഹെൽപ്പായിരിക്കും. നമ്മളങ്ങനെ ആവശ്യമില്ലാത്ത ഹെൽപ്പുകളൊന്നും ആർക്കും ചെയ്യേണ്ട ആവശ്യമില്ല. അപ്പം ഇങ്ങനെ പോവാ. വണ്ടി ഇങ്ങനെ തെറിച്ചാണ് പോകുന്നത്. വലിയ നല്ല റോഡൊന്നും ഇല്ല. നമ്മളെ പൊന്മുടി അപേക്ഷിച്ച് മോശം റോഡാണ്. ആരൊക്കെയോ വണ്ടിയൊക്കെ കഴുകുന്നുണ്ട്. ഇവിടെ ഇപ്പൊ ഒരു പാലമുണ്ട്. പാലമൊന്നുമില്ല, അവിടെ റോഡിൽ കൂടെ വണ്ടിയാണ്. ഇത് വന്നിട്ട് അച്ഛൻ കോവില്. ഇല്ല യൂട്യൂബ് ഒന്നുമല്ല, വെറുതെ ഒരു മെമ്മറി ആയിട്ട് സേവ് ചെയ്യിക്കാം. നമ്മളെ ആശ തലവരെ ഒരു ഹായ് சொல்லுங்க. ഒരു ഹായ് சொல்லுங்க. ഇവിടെന്ന് അലിമുക്ക്. ഇത് നിങ്ങളവിടെ കോട്ടയല്ലേ? കോട്ടയത്തുള്ള ടീമാണ്. ഒരാളിവിടെ ഉണ്ട്, ആളെ കാണാനില്ല. അങ്ങ് നിൽക്കുന്നു. ഇവിടെ വരും ആന. ഇങ്ങോട്ടൊക്കെ ഇറങ്ങും. ചായയൊക്കെ കുടിച്ചിട്ട് ഇറങ്ങി. സംഭവം ഈ കടയിലുള്ള ചേട്ടൻ പറയുന്നത് ഇവിടുന്ന് ഈ മാപ്പിൽ കാണിക്കുന്ന റൂട്ടാണ് അവര് പറയുന്നത്. ഇങ്ങോട്ട് പോയാൽ മതി. ഇവിടുന്ന് ഡയറക്റ്റ് കോന്നി പോയി കഴിഞ്ഞാൽ ഇതായിരിക്കുന്നു കോന്നി. ഒരു മിനിറ്റ് ബ്രോ. ഇവിടുന്ന് ഡയറക്റ്റ് കോന്നി പോയി കഴിഞ്ഞാൽ റിസ്ക് ആണെന്നാണ് പറയുന്നത്. അപ്പൊ നമ്മളെന്തായാലും കോന്നി പോവാം. റിസ്ക് എടുക്കാനാണ് തയ്യാറായിട്ട്. കോന്നി പോവല്ലോ, കോന്നി വഴി പോവല്ലോ. എല്ലാവർക്കും ധൈര്യമാണ്, ഫുൾ ഓണാണ്. വണ്ടിയുടെ മോഡ് മാറ്റേണ്ടതുണ്ട്. ഇപ്പൊ റോഡിലാണ് കിടക്കുന്നത്. അതിനെ മാറ്റി ഓഫ് റോഡ് ആക്കണം, അല്ലെങ്കിൽ ബ്രേക്കിങ് പാടായിരിക്കും. സപ്പോസ് എന്തെങ്കിലും ആന എന്തെങ്കിലും ഫ്രണ്ടിലുണ്ടെങ്കിൽ നമുക്ക് ഡൗട്ട് ചെയ്യാൻ നിൽക്കില്ല. ഓഫ് റോഡ് ആക്കിയാലേ ABS ഓഫ് ആകത്തുള്ളൂ. ഇതിലും കാടാണ്. നമ്മള് കോന്നി പോയിട്ട് എനിക്ക് ഇനിയും 10-30 കിലോമീറ്റർ ചുറ്റാണ്. കുഴപ്പമില്ല, എന്തായാലും വന്നല്ലോ. ഞാൻ സ്ട്രൈറ്റ് റോഡല്ലേ പോകുന്നത്. ഒരു ഓഫ് റോഡ് കയറിയാന്ന് പോവാനായിട്ട് വിചാരിച്ചിരിക്കുന്നത്. ഞാൻ ഇവിടെ നിന്ന് അലിമുക്ക് പോയിട്ട് അങ്ങോട്ട് തിരുവനന്തപുരത്തോട്ട് പോവാന്ന് വിചാരിച്ചു. സംഭവം ഇവിടെ ചോദിച്ചപ്പോ അവര് പറയണ അതാണ് ബെറ്റർ ഓപ്ഷൻ. നമുക്ക് ബെറ്റർ അല്ലല്ലോ വേണ്ടത്, ഒരു അഡ്വഞ്ചർ അല്ലേ. Just make you cry, and I don't wanna fight with you. I would rather lie to you. I promise now's not the right time, and I don't wanna fight with you. I would rather lie to you. Look away so you won't see, 'cause the pain is in my eyes. Feels like I could break at any moment and shatter
even mind. Call me all night long. Try to give you hints and എന്നാണ് വന്നത്. നമുക്ക് പോവേണ്ടത് ഇതുവഴി. ഇത് പോയി കഴിഞ്ഞാൽ അലിമുക്ക്. നമ്മൾ തിരഞ്ഞെടുക്കുന്ന റോഡ് ഇതാണ്, കോന്നി റോഡ്. വേണ്ട, ഇത് റോഡല്ല, കാണിച്ചുതരാം. ഇത് റോഡായിട്ട് നമുക്ക് റോഡിന്റെ ഗണത്തിൽ പെടുത്താൻ പറ്റൂല. ഇതാണ് വഴി. എന്തോ എഴുതി വെച്ചിട്ടുണ്ട്. പുലിയുണ്ട് കേട്ടോ. ഓക്കെ, ചെറിയ വാഹനങ്ങൾ മാത്രം. അത് റോഡല്ല, ഇത് ഒരു കാട്. ഓഫ് ചെയ്യണം, ഓഫ് റോഡ് ആക്കണം. ഓക്കെ, ഓഫ് റോഡായി. അതാണ് ഇവിടെ റോഡ്. റോഡെന്നൊന്നും പറയാൻ പറ്റൂല, ഓഫ് റോഡ് എന്നേ പറയാനുള്ളൂ. ഫുള്ള് ചെളിയും കല്ലും. ഓരോ വളവിലും സൂക്ഷിച്ച് വളയേണ്ടി വരും. കാരണം ആന ഉണ്ടായില്ലെന്ന് നമുക്ക് അറിയാൻ പറ്റൂല. ആനയാണ് ഇവിടുത്തെ മെയിൻ. ആന ഉള്ളതിന്റെ ഒരുപാട് സൂചനകളൊക്കെ വഴിയിലുണ്ട്. ചെറുക്കന്മാരെ കൂടെ തന്നെ ഉണ്ട്, ബാക്കിലുണ്ട്. ഞാൻ മോഡ് മാറ്റി ഓഫ് റോഡ് ആക്കി. അത് വേറെ ഒന്നുമല്ല, ഈ റോഡിലിട്ട് വണ്ടി, സപ്പോസ് ആന ഉണ്ടെങ്കിൽ ഈ റോഡിലിട്ട് വണ്ടി വളയ്ക്കാൻ പറ്റൂല. ഒരിക്കലും പോസിബിൾ അല്ല ഒറ്റ വളപ്പിൽ വളയ്ക്കേണ്ടത്. അതേ സമയത്ത് അത് ഓഫ് റോഡ് ആക്കി കഴിഞ്ഞാൽ നമുക്ക് ബ്രേക്ക്, ABS ഓഫ് ആവും. പിന്നെ ലോക്ക് ആവത്തില്ല, ABS ലോക്ക് ആവൂല. ലോക്ക് ആവാത്തോടത്തോളം നമ്മൾ കുറച്ച് സ്പീഡിൽ വന്നിട്ട് ബ്രേക്ക് പിടിച്ച് കഴിയുമ്പോഴത്തേക്കും വണ്ടി ഒരു 50% വണ്ടി ഓട്ടോമാറ്റിക്കായിട്ട് വളയും, സ്കിഡായി. പിന്നെ നമ്മളൊന്ന് ത്രോട്ട് ചെയ്തെടുത്തു കഴിഞ്ഞാൽ അത് ഡ്രിഫ്റ്റിംഗ് ഒക്കെ അറിയാന്നുള്ളവർക്ക് കുറച്ചുകൂടി എളുപ്പമായിരിക്കും. അത് വേറെ കേസ്. അറിയാന്നുള്ളവർക്ക് ABS ഓഫ് ചെയ്ത് കഴിഞ്ഞാൽ കുറച്ചുകൂടി എളുപ്പമായിരിക്കും. പോരാത്തന്നെ ഈ കല്ലിലൊക്കെ ബാക്ക് ടയർ ഇറങ്ങുമ്പോഴത്തേക്കും ABS ലോക്ക് ആവും. ഈ ലോക്കായി കഴിഞ്ഞാൽ ബ്രേക്ക് കിട്ടൂല, വണ്ടി അങ്ങ് പോയിക്കൊണ്ടേയിരിക്കും. ഇവിടെ സംഭവം എന്തോ ഉണ്ട്. ഇവിടെ ആൾക്കാരൊക്കെ വീടാണെന്ന് തോന്നുന്നു. നല്ലൊരു കിടിലം വ്യൂ ഉണ്ടപ്പോ നിർത്തിയത്. അപ്പൊ ഇതൊരു വീടെന്താണ്, അത് ഈ വീടിന് ചുറ്റും ഒരു കുഴി ഇങ്ങനെ വെച്ചിട്ടുണ്ട്. സംഭവം ആന കയറാതിരിക്കാൻ വേണ്ടിയാണ്, ഒരു സേഫ്റ്റി. ചെറുക്കന്മാർ ആനയെ കണ്ടിട്ടുണ്ട്. ഇതാ വരുന്നു. സംഭവം ആനയല്ല കണ്ടത്, ബൈസൺ, കാട്ടുപോത്ത്. ഇവിടെ എത്തിയിട്ടുണ്ട്. കപ്പിൾസ് മയിലുണ്ട്, മയിൽ. ഇതാണ് റോഡ്. ഇവിടെ ആന വേലയെ കാണിച്ചിട്ടുണ്ട്. അതുകൊണ്ട് ഇങ്ങോട്ട് കറങ്ങി പോണം. അവസാനം നല്ലൊരു റോഡിലെത്തി. റോഡ് തന്നെയാണ് നമ്മൾ ABS ഓൺ ചെയ്തിടുന്നത്. ഏതോ ഒരു ചെക്ക് പോസ്റ്റ് എന്താണെന്ന് തോന്നുന്നു. ഇല്ലല്ലേ, ക്ഷേത്രം ഓർത്തുന്നു. ഫോൺ അടിച്ചു, നിങ്ങൾ കേട്ടില്ല? അവിടെയാണ് ഇങ്ങോട്ട് വന്നത്. ഞാൻ ഇങ്ങോട്ട് പോന്ന് വിചാരിച്ച് ഇങ്ങോട്ട് തിരിച്ചിങ്ങോട്ട് വന്നു. ബ്രോന്റെ പേരെന്തോ? ദീപക്. രജു, ബിലാൽ. ഏകദേശം 2.5-3 മണിക്കൂർ അടുപ്പിച്ച് അവന്മാർ എന്റെ കൂടെ ഉണ്ടായിരുന്നു. എന്നിട്ട് ഞാൻ അവന്മാരുടെ പേര് ചോദിച്ചുമില്ല, അവന്മാർ എന്റെ പേര് ചോദിച്ചുമില്ല. പക്ഷേ രണ്ടുപേരും ഒറ്റയ്ക്കാണോന്ന്, വേറെ ആരും ഇല്ലായിരുന്നു കാട്ടിനകത്ത്. അതാണ് പയ്യന്മാർ. ചായ കുടിക്കാൻ വേണ്ടി നിർത്തി. ഇപ്പൊ സംഭവം ഉള്ളത്, നമ്മൾ നിൽക്കുന്നത് കിളിമാനൂരൊക്കെ കഴിഞ്ഞ് ഒരു പോസ്റ്റ്, ഒരു ഏലാഞ്ചി എന്തോ പറഞ്ഞു.
കുഴപ്പമില്ല, നല്ല ആംബുലൻസ് ഉണ്ട്. ഫൈനലി നമ്മളങ്ങനെ നമ്മുടെ തിരുവനന്തപുരത്ത് എത്തിയിട്ടുണ്ട്. അതുപോലെ ട്രാഫിക്കിന്റെ കാര്യത്തിലും തിരുവനന്തപുരത്തിന് അടിക്കാൻ വേറെ ഇല്ല. അമ്മാതിരി ട്രാഫിക് ഉണ്ട് ഇപ്പോൾ ഇവിടെ. മ്യൂസിക്കൽ ജംഗ്ഷൻ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ മണിക്കൂർ കണക്ക് നിന്നാലേ 1 കിലോമീറ്റർ പോകാൻ പറ്റുള്ളൂ. മാഷാഅല്ലാ, അങ്ങനെ വീടെത്തിയിട്ടുണ്ട്. ഏകദേശം 7:12 എത്തിയത്. ഓക്കെ, ബാഗുകളൊക്കെ കവറൊക്കെ അയച്ചെടുക്കണം. മറ്റേ വണ്ടി എടുത്ത് അകത്ത് കയറ്റി നാളെ തൊട്ട് ജോലിക്ക് പോകണം. ആദ്യമായിട്ടാണ് വീടിൻ്റെ ഫ്രണ്ടിലൊക്കെ വന്ന് ക്യാമറയുടെ മുമ്പിൽ സംസാരിച്ച്. എന്തായാലും വീഡിയോ ഒക്കെ എഡിറ്റ് ചെയ്തിട്ട് നോക്കാം എന്തായി ഏതായി എന്നൊക്കെ. തെറ്റുകുറ്റങ്ങളൊക്കെ വരും. പിന്നെ നമ്മളിത് സബ്സ്ക്രൈബേഴ്സിന് വേണ്ടിയോ ലൈക്കിന് വേണ്ടിയോ ഷെയറിന് വേണ്ടിയൊന്നുമില്ല, ഒരു സാറ്റിസ്ഫാക്ഷൻ. പിന്നെ ആർക്കെങ്കിലും കാണിക്കണമെങ്കിൽ എടുത്ത് കാണിക്കാമല്ലോ, അതുകൊണ്ട്. പിന്നെ എൻ്റെ വീട്ടുകാർക്കും കൂട്ടുകാർക്കും അങ്ങനെ കുറേ ആൾക്കാരുണ്ട്. അപ്പം എല്ലാവർക്കും വേണ്ടി ഈ വീഡിയോ എഡിറ്റ് ചെയ്തതിനു ശേഷം നോക്കാം. ഓക്കെ, ബൈ.